പീരുമേട് മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയായെങ്കിലും വോട്ടുറപ്പിക്കാനായി ഇന്നും സ്ഥാനാർത്ഥികൾ വിവിധ കേന്ദ്രങ്ങളിലെത്തി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത ശേഷം ആളുകളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. LDF സ്ഥാനാർത്ഥി K. സലീം കുമാർ പെരുവന്താനത്ത് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമല ഏലപ്പാറ പഞ്ചായത്തിലാണ് ഇന്ന് പര്യടനം നടത്തിയത്. വിശുദ്ധിയുടെ ദിനത്തിൽ കരുതലിന്റെ കരങ്ങളുമായി സിറിയക് തോമസ് ദേവാലയങ്ങളിലെത്തി. വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ച് വിശ്വാസികളോട് വോട്ട് ചോദിച്ചാണ് സിറിയക് തോമസ് ദുഃഖവെള്ളി ദിവസം പൂർത്തിയാക്കിയത്. രാവിലെ ഏലപ്പാറ കോഴിമല പള്ളിയിലെത്തിയ സ്ഥാനാർത്ഥി കുരിശുമല കയറാനെത്തിയ വിശ്വാസികളെയും നേരിൽ കണ്ടു. മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ നേരിൽ കാണാൻ സാധിക്കാതിരുന്ന വ്യക്തികളെ നേരിൽ കാണുവാൻ വേണ്ടിയാണ് ഇനിയുള്ള ദിവസങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുക. ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷം ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിലും പങ്കെടുത്തു. ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയോട് വളരെ വൈകാരികമായ സമീപനമാണ് തന്റെ നാട്ടുകാരായ ഭക്തജനങ്ങൾ കാണിച്ചത്. UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് ഇന്ന് രാവിലെ മുതൽ വിവിധ ദേവാലയങ്ങളിലെത്തി തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി K. സലീം കുമാറിന്റെ പര്യടന പരിപാടികൾ പൂർത്തിയായിട്ടും വിശ്രമമില്ലാതെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. രാവിലെ ഏലപ്പാറയിലെ പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുത്ത ശേഷം ഏലപ്പാറ ദേവാലയത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെയും വോട്ട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം പെരുവന്താനം പഞ്ചായത്തിലെ ഇതുവരെയും എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലായിരിക്കും സലീം കുമാർ. ഏത് വിധേയനെയും കഴിഞ്ഞ 20 വർഷമായി LDFിന് കയ്യിലുള്ള മണ്ഡലം നിലനിർത്തുകയാണ് ലക്ഷ്യം. സർക്കാരിന്റെ വികസന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സലീം കുമാർ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. NDA സ്ഥാനാർത്ഥി രതീഷ് വരകുമലയുടെ പര്യടനം ഇന്നും തുടരുകയാണ്. 7-ന് കൊട്ടിക്കലാശത്തോടെയാണ് പര്യടനം സമാപിക്കുക. ഇന്ന് രാവിലെ ഏലപ്പാറയിലെത്തിയ രതീഷ് വരകുമല പതിവ് പോലെ പ്രമുഖ വ്യക്തികളെ കണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പര്യടനം ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ യോഗങ്ങളിലും കോർണർ മീറ്റിംഗുകളിലും പങ്കെടുത്തു. ജില്ലാ നേതാക്കൾക്കൊപ്പമാണ് രതീഷ് വരകുമല പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ.